അടുത്തത് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. അടുത്തത് ഇത് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇഫ് sin x is equal to 3/5, x lies in second quadrant. Find the values of cos x, sec x, tan x, cosec x and cot x. ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രി പറഞ്ഞപ്പം ആദ്യം പറഞ്ഞ കാര്യമാണിത്. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് എക്സ് എങ്കിൽ അതിൻ്റെ 3 സൈഡ്സും നമുക്കറിയാമെങ്കിൽ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിതുപോലൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ 3 സൈഡ്സും കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് sin x is equal to 3/5 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ആരാ? എക്സ്. അപ്പോൾ എക്സ് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ ആംഗിൾ ഈസ് എക്സ്. ഇനിയും എന്താ സൈൻ എക്സ്? സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആര് വരും? 3 വരും. ഹൈപ്പോട്ടന്യൂസ് ആര് വരും? 5 വരും. ഓപ്പോസിറ്റ് സൈഡ് 3യും ഹൈപ്പോട്ടന്യൂസ് 5ഉമായി. അപ്പോൾ 2 സൈഡ്സും നമുക്ക് കിട്ടി. നമുക്കിനി അഡ്ജസൻറ്റ് സൈഡൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനിയും അഡ്ജസൻറ്റ് സൈഡൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇനിയും ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസിലെല്ലാം നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അകത്ത് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്തെഴുതാം? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റേ 2 സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സൈഡ് ഏതാണോ അതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ എന്തെഴുതും? അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ത് വരും? റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. നമ്മൾ ഈ ഇത്രയും സ്റ്റെപ്സ് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ് എപ്പോഴും ലാർജർ സൈഡ്. ഈ ലാർജർ സൈഡിൻ്റെ നീളമാണ്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്കുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ്, 3 സൈഡ്സ്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, നീളം കൂടിയതാണല്ലോ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ റൂട്ട് ഓഫ് ഒ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്താൽ മതി. അതായത് ഈ സൈഡിൻ്റെയും സ്ക്വയറുകൾ എടുക്കുക, അവരെ ആഡ് ചെയ്യുക, ആഡ് ചെയ്ത ഉത്തരത്തിൻ്റെ റൂട്ട് എടുക്കുക. അതേസമയം ഒ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, ഇത് ഏറ്റവും വലുതാണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് വരുമ്പോഴാണ് സമ്മ് വരുന്നത്. ഓയോ എയോ ആണെങ്കിൽ സബ്ട്രാക്ഷനാണ് വരുന്നത്. ഒ കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ചെയ്താൽ മതി. അതായത് എപ്പോഴും നമ്മൾ വലിയതിൽ നിന്നല്ലേ ചെറുത് കുറയ്ക്കാറ്. അപ്പം വലിയ നീളമാണെങ്കിൽ 2 സൈഡിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്യാണ്, അതിൻ്റെ റൂട്ട് എടുക്കുകയാണ്. ഈ ഓയോ എയോ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ഒ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് വലിയ ക്വാണ്ടിറ്റിക്കകത്തുനിന്ന് ചെറിയ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പോൾ ഒ കിട്ടണമെങ്കിൽ എയും എച്ചും ഉണ്ടല്ലോ. അപ്പോൾ എച്ച് സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ മതി. എച്ച് സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഒ കിട്ടും. അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് വലിയ ലെങ്തിൻ്റെ സ്ക്വയർ മൈനസ് നമുക്കറിയാവുന്നതിൻ്റെ സ്ക്വയർ. അപ്പം ഇങ്ങനെ 3 ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ വലിയ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ഇക്വേഷൻ? ചെറിയ 2 സൈഡുകളുടെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ സം എടുക്കുക, അതിൻ്റെ റൂട്ട്. ഇനിയും ചെറിയ സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വലിയ സൈഡിൽ നിന്ന് നമുക്കറിയാവുന്ന സൈഡ് കുറയ്ക്കുക, അതിൻ്റെ റൂട്ട്. ഇവിടെയാണെങ്കിലോ ഇതും ചെറിയ സൈഡാണ്, എച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സൈഡാണ്. അപ്പോൾ ചെറിയ 2 സൈഡുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ ചെറിയ സൈഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? വലിയ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് അറിയാവുന്നത് മറ്റേത് ഒ ആണ്, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ വലിയതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരുമ്പോൾ പ്ലസും മറ്റേ 2 സൈഡ്സ് ആണെങ്കിൽ മൈനസും ആയിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ സൈഡാണ്. ഇത്
ഹൈപ്പോട്ടന്യൂസ് ആണ് ലാർജസ്റ്റ്, മറ്റത് രണ്ടും സ്മോളസ്റ്റ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് സ്മോളസ്റ്റാണ്. സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് നമുക്കറിയാവുന്നതിൻ്റെ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 9 ഇസ് ഈക്വൽ ടു റൂട്ട് 16 ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ എക്സ് എന്ന് പറയുന്നത് 3/5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് എക്സ് എന്ത് വരും, കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്താ കിട്ടിയത് ഇവിടെ, 4/, ഹൈപ്പോട്ടന്യൂസ് എന്തായിരുന്നു, 4/5. tan x is equal to opposite side by adjacent side. Opposite side എന്താ ഇവിടെ 3 by adjacent side is 4. സൈൻ കോസ് ടാൻ കൊസീക് എക്സ് എന്ന് പറയുമ്പം സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ 1/sin x. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 5/3 വരും. സീക്ക് എക്സ് വരുമ്പോഴോ ആരുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി, കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, 5/4 എന്ന് വരും. കോട്ടെക്സ് ആവുമ്പോഴോ, കോട്ടെക്സ് ആവുമ്പം ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് എന്ന് പറയുമ്പോൾ എന്തെടുത്താൽ മതി, 4/3 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5 വെച്ച് നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കി. ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് നമുക്കറിയായിരുന്നു, മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചു. 3 സൈഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതാൻ പറ്റും. ഇത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനിയും ഇത് കഴിഞ്ഞില്ല, ഇവിടെ എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആംഗിള് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. ഈ കാര്യം പറയുന്നത് നമ്മൾ ഇവർക്ക് സൈൻ കൊടുക്കാൻ വേണ്ടിയാണ്, പ്ലസ് മൈനസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. നമുക്കൊരു കോഡ് അറിയാം, ആഡ് ഷുഗർ ടു കോഫി. ഇപ്പം ആഡ് എന്ന് പറയുമ്പം എ എന്ന് പറയുമ്പം ഓൾ പോസിറ്റീവ്. ഇവിടെ സൈനും സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവ്. ഇവിടെ ടാനും കോട്ടും പോസിറ്റീവ്. ഇവിടെ കോസും സീക്കും പോസിറ്റീവ്. അപ്പം ആഡ് ഷുഗർ ടു കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ളവരാണ് ഈ അബ്രീവിയേഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ എസ് വരുന്നത് സൈനിനാണ്, നമുക്ക് സൈനും ഉണ്ട് സീക്കും ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവില്ല, സൈനാണ് എസ് വരുന്നത്, സൈൻ്റെ റെസിപ്രോക്കലൂടെ ആ കാറ്റഗറിയിൽ വരും. ടി വരുന്നത് ടാൻ ആണ്, അതിൻ്റെ റെസിപ്രോക്കലൂടെ ഈ കാറ്റഗറിയിൽ വരും. പിന്നെ നമുക്ക് വരുന്നത് കോസ് ആണ്. ആദ്യം പഠിക്കുന്ന 3 ഫങ്ഷൻസ് സൈനോ കോസ് ടാൻ, ആ കോസാണ്, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കോ ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്വാഡ്രൻറ്റ് ഏതാ, സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെ പോസിറ്റീവ് ഉള്ളൂ, സൈനും കൊസീക്കും പോസിറ്റീവാണ്, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പം സൈനും കൊസീക്കും പോസിറ്റീവാണ്, ബാക്കി എല്ലാവർക്കും നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇതാണ് ആൻസർ. അടുത്തത് ഇഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു -3/5. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു -3/5, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. തൊട്ട് മുമ്പത്തെ കണക്കിൻ്റെ അകത്ത് നമുക്ക് സൈൻ എക്സ് ആയിരുന്നു തന്നിരുന്നത്. ഇവിടെ നമുക്ക് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 3/5 -3/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ മൈനസ് നോക്കുന്നില്ല, നമ്മൾ ഈ ക്വാണ്ടിറ്റി മാത്രം നോക്കിയാൽ മതി. എന്താ കോസ് എക്സ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് വരും, എക്സിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് 3, ഹൈപ്പോട്ടന്യൂസ് ആണ് 5. അപ്പോൾ ഹയസ്റ്റ് ലെങ്ത് ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റേ ചെറിയ സൈഡാണ്. അപ്പോൾ ചെറിയ സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് വലിയതിൻ്റെ സ്ക്വയർ മൈനസ് അടുത്തുള്ള മറ്റേ ചെറിയ ലെങ്തിൻ്റെ സ്ക്വയർ, which is equal to root of 25 minus 9 is equal to root 16 is equal to 4 എന്ന് വരും. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് is equal to 3, ഹൈപ്പോട്ടന്യൂസ് is equal to 5, ഓപ്പോസിറ്റ് സൈഡ് is equal to 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എന്ത് വരും, സൈൻ എക്സ് is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5
കോസ് എക്സ് ഇസ് ഈക്വൽ ടു 3/5 മൈനസ് 3/5 ഓൾറെഡി ഉണ്ട്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇപ്പോൾ 4/3 കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ 5/4. സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ 5/3. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ 3/4. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ സൈനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് നോക്കാം. ഏത് ക്വാഡ്രൻറ്റിലാണ് എക്സ് കിടക്കുന്നത്? തേർഡ് ക്വാഡ്രൻറ്റിലാണ് എക്സ് കിടക്കുന്നത്. അപ്പം തേർഡ് ക്വാഡ്രൻറ്റ് ആഡ് ഷുഗർ ടു കോഫിക്കകത്ത് ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെ പോസിറ്റീവ് ഉള്ളൂ? ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പം ടാനും കോട്ടും മാത്രം പോസിറ്റീവ്, ബാക്കി എല്ലാവർക്കും മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈ കോസിൻ്റെ അകത്ത് മൈനസ് വന്നിട്ടുണ്ട്. അത് ഈ ട്രയാങ്കിളിൻ്റെ ലെങ്തുകൾ കണ്ടുപിടിക്കുമ്പോൾ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതുപോലെ റേഷ്യോസ് എഴുതുമ്പോഴും ഒന്നും നമ്മൾ ആ സൈൻ ഇപ്പം ശ്രദ്ധിക്കേണ്ട. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏത് ക്വാഡ്രൻ്റാണോ നോക്കിയിട്ട് ആ ക്വാഡ്രൻ്റ് അകത്ത് ആരൊക്കെയുണ്ട് പോസിറ്റീവ് നോക്കിയിട്ട് അവരെ മാത്രം പോസിറ്റീവ് ആക്കി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും മൈനസ് സൈൻ കൊടുക്കുക. ഇപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് 3/5 എന്ന് തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട കുറച്ച് ഐഡൻറ്റിറ്റീസ് ആണ്. സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ ഇവിടെ ഉള്ള റിസൾട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സൈൻ എക്സ് പ്ലസ് വൈ, പിന്നെ എക്സ് മൈനസ് വൈ, അതുപോലെ കോസ് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ, അതുപോലെ ടാൻ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ, കോട്ട് എക്സ് പ്ലസ് വൈ കോട്ട് എക്സ് മൈനസ് വൈ. ഇത്രയും ഫോർമുലാസാണ് നമുക്കുള്ളത്. ഇതിനകത്ത് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ വരുമ്പം സെയിം റിസൾട്ടാണ് വരുന്നത്, പക്ഷേ പ്ലസ് മാറി മൈനസ് ആയി. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് പ്ലസ് വൈ ആകുമ്പോഴോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് മൈനസ് വൈ ആകുമ്പോൾ സെയിം റിസൾട്ടാണ് വരുന്നത്, മൈനസ് മാറി പ്ലസ് ആയി. അപ്പം ഇത് പഠിച്ചു വെക്കുക. സൈൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ സൈനിൻ്റെ കേസ് ആണെങ്കിൽ പ്ലസ് വരുമ്പോൾ ഇവിടെ പ്ലസ് തന്നെ വരുന്നത്, മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് തന്നെയാണ് വരുന്നത്. പക്ഷേ കോസിൻ്റെ കേസിൽ പ്ലസ് വരുമ്പോൾ മൈനസും മൈനസ് വരുമ്പോൾ പ്ലസ്സുമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഫോർമുലാസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് ടാൻ എക്സ് പ്ലസ് വൈ. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ടാൻ എക്സ് മൈനസ് വൈ ആകുമ്പോഴോ സെയിം റിസൾട്ടാണ് വരുന്നത്, പക്ഷെ പ്ലസ് കിടന്നിടത്ത് മൈനസും മൈനസ് കിടന്നിടത്ത് പ്ലസ്സും വരും. ഇനിയും ഇവിടെ പ്ലസ് ആകുമ്പോൾ ന്യൂമറേറ്ററിൽ പ്ലസ് ആണ്, താഴെയാണ് മൈനസ്. മൈനസ് ആകുമ്പോൾ ന്യൂമറേറ്ററിൽ മൈനസ് ആണ്, താഴെയാണ് പ്ലസ്. അപ്പോൾ ആ രീതിയിലൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി കോട്ട് എക്സ് പ്ലസ് വൈ വരുമ്പോഴോ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ. കോട്ട് എക്സ് മൈനസ് വൈ ആണെങ്കിൽ കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. ഇപ്പോൾ ഇവിടെ പ്ലസ് ആകുമ്പം മൈനസ് ആണ് ന്യൂമറേറ്ററിൽ, ഇവിടെ പ്ലസ് വരും. ഇവിടെ മൈനസ് ആകുമ്പം പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോസിൻ്റെ കാര്യം സൈൻ്റെ കാര്യം പറഞ്ഞ പോലെ സൈൻ ആകുമ്പം പ്ലസ് പ്ലസ് മൈനസ് മൈനസ് വരും. കോസ് ആകുമ്പോൾ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ഓപ്പോസിറ്റ് സൈൻ വരും എന്ന് പറയുന്നത് പോലെ ടാനും പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ആണ് വരുന്നത്. കോട്ടിൻ്റെ കേസ് വരുമ്പോൾ പ്ലസ് വരുമ്പോൾ മൈനസും മൈനസിന് വരുമ്പോൾ പ്ലസ് ഓപ്പോസിറ്റ് സൈൻ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ നമ്മൾ അത്യാവശ്യം ഓർത്ത് വെക്കുക. ഇനി ഈ റിസൾട്ട്സിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ്. ഫൈൻഡ് സൈൻ 75 ഡിഗ്രി. നമുക്ക് സൈൻ 0 ചോദിച്ചാലും 30 ചോദിച്ചാലും 45 ചോദിച്ചാലും 60 ചോദിച്ചാലും 90 ചോദിച്ചാലും 180 ചോദിച്ചാലും 270 ചോദിച്ചാലും
360 ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് അറിയാം. ഇത്രയും ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ ആ യൂണിറ്റ് സർക്കിൾ ഉണ്ടായിരുന്നല്ലോ, ആ യൂണിറ്റ് സർക്കിളിൻ്റെ അകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കാണാതെ പഠിക്കണമെന്നില്ല, ഇതെന്താണെങ്കിലും കാണാതെ പഠിക്കാം. ഇനി ഇത് മറന്നു പോയാലും നമുക്ക് ഈ ട്രയാങ്കിൾ യൂസ് ചെയ്ത് ഇതും എഴുതാൻ പറ്റും. നമ്മുടെ യൂണിറ്റ് സർക്കിളിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ എഴുതാൻ പറ്റും. അപ്പം സ്റ്റാൻഡേർഡായിട്ട് ഇത്രയും ആംഗിൾസിൽ സൈനിൻ്റെ വില നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ. ഏത്? 75. അപ്പം ഇതിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് ഈ ആംഗിൾസിൻ്റെ ടേംസിലേക്ക് ഇത് മാറ്റിയാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ സൈൻ 75നെ നമുക്ക് എങ്ങനെ മാറ്റാം? സൈൻ 45 + 30 എന്ന് മാറ്റാമല്ലോ. അപ്പോൾ നമുക്കറിയാവുന്ന 2 ആംഗിൾസ് ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഈ രീതിയിൽ ആംഗിൾസിനെ മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ആംഗിൾസ് കണ്ടുപിടിക്കുന്ന കേസിൽ ഇപ്പം ഇത് ഈ ഫസ്റ്റ് ഫോമിലായി, സൈൻ x + y ഫോമിലായി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൈൻ x + y = സൈൻ x cos y + cos x sin y എന്ന് എഴുതാൻ പറ്റും. ഇനിയും സൈൻ 45യുടെയും cos 30യുടെയും cos 45ൻ്റെയും സൈൻ 30യുടെയൊക്കെ വാല്യൂ നമുക്ക് ടേബിളിൻ്റെ അകത്തുനിന്ന് അറിയാം. അപ്പോൾ അതിനിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പം എന്താ സൈൻ 45? 1/√2 cos 30 √3/2 പ്ലസ് cos 45 എന്താ? cos 45 1/√2 ഇൻറ്റു സൈൻ 30 ഈസ് 1/2. അപ്പം ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. പക്ഷേ ഈ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് പ്രോഡക്റ്റാണ്, ഇത് പ്രോഡക്റ്റാണ്. 1 × √3 ഈസ് √3 ഡിവൈഡഡ് ബൈ √2 × 2 2√2 പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ √2 × 2 2√2 വിച്ച് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ √3 + 1/2√2 ഇതാണ് ആൻസർ. അതുപോലെ cos 15 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? cos 45 - 30 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു cos x - y ഫോമിലാണിത് നിൽക്കുന്നത്. എന്താ cos x - y? cos x cos y പ്ലസ് sin x sin y. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? cos x cos y പ്ലസ് sin x sin y എന്ന് എഴുതാൻ പറ്റും. cos 45ൻ്റെ വാല്യൂ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ 45ൻ്റെ ട്രയാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്. 45 45 √2 1 1. 30 60യുടെ ട്രയാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 30, ഇവിടെ 60, ഇവിടെ 2 √3 1. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. cos 45 എന്ത് വരും? cos എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 1/√2 cos 30 എന്ന് പറയുമ്പോൾ 30യുടെ അഡ്ജസൻറ്റ് സൈഡ് ആരാ? നീളമുള്ളത് എപ്പോഴും ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 30യോട് അടുത്ത് കിടക്കുന്നത് √3/2 ഹൈപ്പോട്ടന്യൂസ് √3/2 പ്ലസ് സൈൻ 45 എന്ത് വരും? സൈൻ 45 എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2 ഇൻറ്റു സൈൻ 30 എന്താ? സൈൻ 30 എന്ന് പറയുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2 വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1 × √3/2√2 പ്ലസ് 1 × 1 1/2√2 വിച്ച് ഇസ് ഈക്വൽ ടു √3 + 1 ഡിവൈഡഡ് ബൈ 2√2. അപ്പോൾ നമുക്ക് ടേബിൾ ബൈ ഹാർട്ടായിട്ട് അറിയാമെങ്കിൽ cos 45നെയും സൈൻ 45നെയും cos 30യുടെയും സൈൻ 30യുടെ ഒക്കെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ കേസ് ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾസിൽ നിന്നും ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് tan 75 ഡിഗ്രി. ഇപ്പോൾ tan 75 നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം?
45 പ്ലസ് 30 എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആംഗിൾസ് നമുക്കറിയാവുന്ന ആംഗിൾസിൻ്റെ ടേംസിലേക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി ഇവിടെ ടാൻ എക്സ് പ്ലസ് വൈ ഫോമിലാണ് നിൽക്കുന്നത്. എന്താ ടാൻ എക്സ് പ്ലസ് വൈ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് 45 മറ്റേത് 30 60. ഈ 45 വരുന്നത് 1 1 √2, ഇത് വരുന്നത് √3 2 1. ഇങ്ങനെയാണ് നമ്മുടെ 2 ട്രയാങ്കിൾസ് വരുന്നത്. ഇനി ടാൻ 45ൻ്റെ വാല്യൂ എന്താ? 45 വെച്ചിട്ടുള്ള എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വിത്ത് റെസ്പെക്റ്റ് ഏത് ആംഗിളാണോ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ 45 ആണ് ആംഗിൾ, ടാൻ 45. അപ്പോൾ ടാൻ 45 എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1/1 എന്ന് പറയുമ്പോൾ 1 വരും. പ്ലസ് ടാൻ 30. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി എടുത്തു. ടാൻ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 1. 1/30യുടെ അഡ്ജസൻറ്റ് സൈഡ് എന്താ? √3. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1ഉം 30യുടെ അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്. 30യോട് ചേർന്ന് നിൽക്കുന്നത് √3 ആണ്. അപ്പോൾ 1/√3 വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 45 1 ആണെന്നറിയാം, ഇൻറ്റു ടാൻ 30 1/√3 ആണെന്നറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനിയും ഇത് ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റിയാണ്, ഇത് ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റിയാണ്. ഈ ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ LCM എടുക്കേണ്ടതായിട്ട് വരും. LCM എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ √3നെ മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √3 വരും. പ്ലസ് ഇവിടെ താഴെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 ഉണ്ടെന്ന് അർത്ഥം. 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരും. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു √3 ഈസ് √3. ഹോൾ ഡിവൈഡഡ് ബൈ, ഈ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു 1/√3 ഈസ് 1/√3 itself, which is equal to √3 plus 1 divided by √3 whole divided by, ഇവിടെ നമ്മൾ LCM എടുക്കും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. √3 ഇൻറ്റു 1 √3 മൈനസ് താഴെ ഒന്നുമില്ല എന്ന് വെച്ചാൽ 1 ഉണ്ടെന്ന് അർത്ഥം. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു √3 ഇനി ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ സെയിം ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ക്യാൻസലായി പോകും. അപ്പോൾ എന്താ കിട്ടും? √3 plus 1 divided by √3 minus 1 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ കോട്ട് 15 ചോദിച്ചാലും കോട്ട് 75 ചോദിച്ചാലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ നമ്മൾ 45 മൈനസ് 30 45 പ്ലസ് 30 എന്നുള്ള രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോട്ടിൻ്റെ കേസ് ആണെങ്കിൽ ഈ 2 ഫോർമുലാസ് ആയിരിക്കും വരുന്നത്. ആ 2 ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്തത് സൈൻ 405. ഈ 405 എന്ന് പറയുന്ന ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂ നമുക്കറിയില്ല. അപ്പം നമുക്കറിയാവുന്ന ആംഗിൾസിൻ്റെ ടേംസിലേക്ക് 405നെ മാറ്റണം. അപ്പോൾ ഇവിടെ 30 + 45 ഒക്കെ ചെയ്യുമ്പോൾ 405 കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയും 405ൻ്റെ അടുത്ത് വരുന്നത് 360 അടുത്ത് വരും. അപ്പോൾ 360യും നമുക്കറിയാവുന്ന ആരെങ്കിലുമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പം 360 + 45 ആണ് 405 എന്ന് നമുക്ക് കിട്ടും. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ 405ൽ അടുത്ത് വരുന്നത് 360 ആണ്. അപ്പോൾ ആദ്യം 360 405ൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക. 360 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 5 10 3 45 വരും. അപ്പം 405നെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 360 + 45 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള രീതിയിൽ ചെയ്യാം.
നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ വരും? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള രീതിയിൽ വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? സൈൻ 360 0 ഇൻറ്റു കോസ് 45 ഈസ് 1/√2 പ്ലസ് കോസ് 360 എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു സൈൻ 45 ഈസ് 1/√2. ഇത് 0 ആയിപ്പോയി. പ്ലസ് 1 ഇൻറ്റു 1/√2 1/√2 വിച്ച് ഇസ് ഈക്വൽ ടു 1/√2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സൈൻ 405 നമ്മൾ എങ്ങനെ എഴുതിയത്? സൈൻ 360 പ്ലസ് 45 എന്നുള്ള രീതിയിലാണ് എഴുതിയത്. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എന്താ 360? 2π ആണല്ലോ. അപ്പോൾ 2π പ്ലസ് എക്സ് ആണല്ലോ ഇത്. ഈ 2π പ്ലസ് എക്സ് ഇതുപോലത്തെ ആൾക്കാർ വന്നാലും നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മുടെ ക്വാഡ്രൻറ്റ് നോക്കുക. ക്വാഡ്രൻ്റ് അത് എവിടെ 2π കിടക്കുന്നത്? ഇവിടെയാണ് 2π കിടക്കുന്നത്. 1 കംപ്ലീറ്റ് റെവല്യൂഷനാണ് 2π. അപ്പോൾ 1 കംപ്ലീറ്റ് റെവല്യൂഷനും കഴിഞ്ഞ് മിച്ചവും വരുമ്പോൾ ആണ് 2π പ്ലസ് എക്സ് വരുന്നത്. അപ്പോൾ 2π പ്ലസ് എക്സ് എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. ഇനി നമുക്കറിയാം പൈ വെച്ചിട്ടോ 2π വെച്ചിട്ടോ ആണെങ്കിൽ സെയിം ഫങ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ സൈൻ എക്സ് തന്നെ വരും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട്, ഓൾ പോസിറ്റീവ് ആയതുകൊണ്ട് സൈനും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അപ്പം ഈ 360 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? 45. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ 45 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് സൈൻ 45ൻ്റെ വാല്യൂ എന്താ? 1/√2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഈ വാല്യൂസൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ക്വാഡ്രൻറ്റ് വെച്ച് നമുക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും. ഇനിയും ഈ സൈൻ 60യുടെ ഒക്കെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ സർക്കിൾ നോക്കിയാൽ മതി. സർക്കിളിൻ്റെ അകത്ത് 360 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ തുടങ്ങി ഇവിടെ വരെ വരുമ്പം ഈ കംപ്ലീറ്റ് ആംഗിളാണ് 360 ആംഗിൾ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് ആംഗിളാണ് 360 ആംഗിൾ എന്ന് പറയുന്നത്. ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഈ പോയിൻ്റ് എന്ത് വരും? ഈ പോയിൻ്റ് 1 0 വരും. 1 0 വരുവാണെങ്കിൽ കോസ് 2π ആണ് 1, സൈൻ 2π ആണ് 0 എന്ന് നമുക്കറിയാം. അപ്പം കോസ് 60യുടെയും സൈൻ 60യുടെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പം ആ രീതിയിലൊക്കെ ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ട്രയാങ്കിൾ വെച്ച് കോസ് 45ൻ്റെയും സൈൻ 45ൻ്റെയും വാല്യൂ കിട്ടും. ഏതാ? ഇത് 45, ഇത് 45, ഇത് 1/√2. ഈ ട്രയാങ്കിൾ വെച്ച് നമുക്ക് കോസ് 45ൻ്റെയും സൈൻ 45ൻ്റെയും വാല്യൂ എഴുതാൻ പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സൈൻ 765. അപ്പോൾ നമുക്ക് 765ൻ്റെ അകത്തുനിന്ന് 360 കുറച്ച് നോക്കാം. അപ്പോൾ 5 0 405 വന്നു. വീണ്ടും 360 കുറയ്ക്കുമ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് 360യും കുറച്ചു, മിച്ചം ഒരു 45 ഉണ്ട്. അപ്പം നമുക്ക് സൈൻ 765നെ എങ്ങനെ എഴുതാം? സൈൻ 2 ടൈംസ് 360 പ്ലസ് 45 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 2 ടൈംസ് 360. ഈ 2 ടൈംസ് 360 എന്ന് പറയുമ്പം നമുക്കറിയാം സൈൻ 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അതായത് സൈൻ 360 പ്ലസ് എന്ത് മിച്ചം വന്നാലും ആ സൈൻ മിച്ചം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം സൈൻ 2 ടൈംസ് 360 എന്ന് വെച്ചാൽ എന്താ? 360 പ്ലസ് 45 എന്നാണ്. അപ്പം സൈൻ 360 പ്ലസ് എക്സ് എന്താ? സൈൻ എക്സ് ആണ്. വീണ്ടും നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. സൈൻ 360 പ്ലസ് എക്സ് എന്താ? സൈൻ എക്സ് ആണ്. അപ്പം ഇത് റെഡ്യൂസായി എങ്ങനെ വന്നു? സൈൻ 45ലേക്ക് വന്നു. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഓർത്താൽ മതി, 2πയുടെ എന്ത് മൾട്ടിപ്പിൾ വന്നാലും 2πയുടെ എന്ത് മൾട്ടിപ്പിൾ വന്നാലും അത് നമുക്ക് റെഡ്യൂസ് ചെയ്ത്
ഈ മിച്ചം എന്താണോ കിടക്കുന്നത് അതിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് 360 ഇൻറ്റു സം മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലാണ് ബ്രാക്കറ്റിൽ വരുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമുക്ക് ആ നമ്പർ മാത്രമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി 2π + x ആയതുകൊണ്ട് ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് 2π + x നിൽക്കുന്നത്. അവിടെ സൈൻ പോസിറ്റീവാണ്, അപ്പോൾ സൈൻ ഈസ് പോസിറ്റീവ്. ഓർത്താൽ മതി, സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും ടാൻ ആണെങ്കിലും സീക്കാണെങ്കിലും കൊസീക്കാണെങ്കിലും കോട്ടാണെങ്കിലും 360യുടെ സം മൾട്ടിപ്പിൾ പ്ലസ് എക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ എക്സ് ആയിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഓക്കെ, 360യുടെ മൾട്ടിപ്പിൾ പ്ലസ് എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണെങ്കിലും അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേ വരുള്ളൂ. അപ്പോൾ സൈനും ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ ഓർത്താൽ മതി, സം മൾട്ടിപ്പിൾ ഓഫ് 360 + x എന്നുള്ള രീതിയിൽ ഏത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് എന്തെഴുതാം? ഇപ്പോൾ കോസ് വന്നാൽ കോസ് എക്സ് എന്ന് എഴുതാം, കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ സൈനാണ് വരുന്നതെങ്കിലോ, സൈനാണ് വരുന്നത് സം മൾട്ടിപ്പിൾ ഓഫ് 360 + x ആണെങ്കിൽ നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം. ടാനാണ് വരുന്നതെങ്കിലോ, ടാൻ മൾട്ടിപ്പിൾ ഓഫ് 360 + x ആണെങ്കിൽ നമുക്കിവിടെ ടാൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തത് സൈൻ 31π/3. അപ്പോൾ ഇത്ര നേരം നമുക്ക് ഇങ്ങനെ ഡിഗ്രിയിലായിരുന്നു, ഇവിടെ റേഡിയൻ മെഷറിലാണ് തന്നേക്കുന്നത്. ഇപ്പോൾ ഈ റേഡിയൻ മെഷറിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെ അറിയാവുന്നത്? നമുക്കറിയാവുന്ന ആംഗിൾസ് ആണ് 0, π/6, π/4, π/3, π/2, π3, π/2, 2π. അപ്പോൾ ഇതിനകത്തൊന്നും പെടാത്തൊരു ആംഗിളാണ് 31π/3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആംഗിൾ റിഡക്ഷൻ ചെയ്യണം. അതായത് നമുക്കറിയാവുന്ന ആംഗിളിൻ്റെ ഫോമിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കുക. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ ആരാ? ഇവിടെ 3. അപ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന 3യുടെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണെന്ന് നോക്കാം. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈക്വൽ ടു കഴിഞ്ഞിട്ട് വരുന്ന ആരൊക്കെയാണ്? 3 ഉണ്ട്, 6, 9, 12, 15, 18 ഇങ്ങനെയാണ്. 18, 21, 24 ഇങ്ങനെയാണ് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ നോക്കി, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ മൾട്ടിപ്പിൾസ് നോക്കി. ഈ മൾട്ടിപ്പിൾസിൻ്റെ അകത്ത് 31 അടുത്ത് വരുന്ന നമ്പർ ആരാന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 27 ഉണ്ട്, 27. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് വരുന്നത്. അതിൽ 31 അടുത്ത് വരുന്ന ആരാ? 30 കഴിഞ്ഞാൽ പിന്നെ 33 ഇങ്ങനെ അങ്ങ് പോവുകയാണ്. 31 അടുത്ത് വരുന്ന നമ്പർ 30. ഈ 30ൻ്റെ ടേംസിൽ ഈ 31 പൈനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? 30π + π ആണ് 31π. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കി, ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ അത് നമ്പറിൻ്റെ ടേംസിൽ ന്യൂമറേറ്ററിനെ എക്സ്പ്രസ് ചെയ്യണം. അപ്പം ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് ന്യൂമറേറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ആരാ? 30. അപ്പോൾ ആ 30യുടെ ടേംസിൽ നമുക്ക് ന്യൂമറേറ്ററിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 30 + π എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? സൈൻ 31π/3 = സൈൻ 31πനെ നമുക്ക് എങ്ങനെ എഴുതാം? 30π + π/3 എന്ന് എഴുതാം. വിച്ച് = സൈൻ, ഈ 3നെ ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? 30π/3 + π/3 എന്ന് വരും. വിച്ച് = സൈൻ 13 3യുടെ ക്യാൻസൽ ചെയ്യുമ്പം 10π എന്ന് വരും. 10π + π/3 എന്ന് വരും. വിച്ച് = സൈൻ, ഈ 10π എന്താ? 5 × 2π + π/3 എന്ന് വരും. ഈ 10πനെ നമുക്ക് 5 × 2π എന്ന് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, സൈൻ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിലും 2πയുടെ മൾട്ടിപ്പിൾ പ്ലസ് എക്സ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, മൾട്ടിപ്പിൾ ഓഫ് 2π + എക്സ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഏത് ഫംഗ്ഷൻ വന്നാലും ആ ഫംഗ്ഷൻ തന്നെ ആ മിച്ചം വരുന്നത് ആരാ? എക്സ് എന്നുള്ള രീതിയിലേക്ക് മാറുമെന്ന് പറഞ്ഞായിരുന്നു.
അപ്പം 2πയുടെ ഏത് മൾട്ടിപ്പിൾ ആണെങ്കിലും പ്ലസ് സം എക്സ് എന്നുള്ളത് സൈൻ എക്സ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഇത് കോസ് ആണെങ്കിൽ അത് കോസ് എക്സ് ആയിട്ട് മാറും, ടാൻ ആണെങ്കിൽ ടാൻ എക്സ് ആയിട്ട് മാറും. ഇപ്പോൾ സൈൻ π/3 എന്ന് പറയുന്നത് എന്താ? സൈൻ π/3 എന്ന് പറയുമ്പോൾ 60. സൈൻ 60യുടെ വാല്യൂ ഈസ് √3/2. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് ടാൻ 19π/3. ഈ ടാൻ 19π/3 നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ ഫോമിലൊന്നും അല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളെ നോക്കും. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 3 ആണ്. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആരൊക്കെയാണ്? 3, 6, 9, 12, 15, 18, 21. അപ്പോൾ ഇത്ര നമ്മൾ എഴുതിയാൽ മതി. നമ്മൾ ആ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് ന്യൂമറേറ്റർ വരുന്നത് ആരാ? 19π. അപ്പോൾ 19ന് അടുത്ത് നിൽക്കുന്ന നമ്പർ ആരാ ഇവിടെ? 19ന് അടുത്ത് നിൽക്കുന്ന നമ്പർ 18. അപ്പോൾ 18ൻ്റെ ടേംസിൽ 19നെ മാറ്റണം. നമുക്ക് എന്തെഴുതാം? 18π + π ആണല്ലോ 19π. അപ്പോൾ ഈ 19πന് നമ്മൾ ഈ ആംഗിളിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്ററിനെ നമുക്ക് ഇവിടെ ഉള്ള മൾട്ടിപ്പിൾസിൻ്റെ ടേംസിൽ മാറ്റി എഴുതണം. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? ടാൻ 18π + π ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി നമ്മൾ ആ 3നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? ടാൻ 18π/3 + π/3 വിച്ച് ഇസ് ഈക്വൽ ടു 18ഉം 3യുടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 വരും. ടാൻ 6π + π/3 വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ 6π എന്ന് പറയുന്നത് 3 × 2π + π/3 ആണ്. ഇവിടെ ടാൻ ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. 2πയുടെ മൾട്ടിപ്പിൾ പ്ലസ് എക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ടാൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ടാൻ π/3 എന്ന് പറയുന്നത് ടാൻ 60 ആണ്. ടാൻ 60 ഈസ് ടാൻ 60യുടെ വില √3. ആൻസർ √3 എന്ന് വരും. അപ്പം ടാൻ 60യുടെ ടേംസിലേക്ക് 19π/3നെ ആക്കി കഴിഞ്ഞപ്പം നമുക്ക് ടേബിളിൽ നിന്ന് അതിനെ ആൻസർ എഴുതാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ -11π/3. ക്വാഡ്രൻറ്റ് പറഞ്ഞായിരുന്നു. സൈൻ -x എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സൈനിൻ്റെ ആംഗിളിൻ്റെ കൂടെ മൈനസ് വന്നാൽ ആ മൈനസ് പുറത്ത് വന്ന് കിടക്കും. ഇപ്പം -sin x എന്നുള്ള രീതിയിലാവും. അതേസമയം കോസ് -x എന്ന് പറയുമ്പം ഈ മൈനസ് അങ്ങ് ഇല്ലാതായി പോയിട്ട് കോസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഈ കോസിൻ്റെ കേസ് തന്നെയാണ് കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കിൻ്റെ കേസ്. സീക്കിൻ്റെ കേസിൽ മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ വന്നാൽ ആ ബ്രാക്കറ്റ് ഇല്ലാതെയായി പോകും. പക്ഷെ ബാക്കി 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും. സൈന് ടാൻ -x എന്ന് പറയുന്നത് -tan x ആണ്. അതുപോലെ കൊസീക്ക് -x എന്ന് പറയുന്നത് -cosec x ആണ്. അതുപോലെ കോട്ട് -x എന്ന് പറയുന്നത് -cot x ആണ്. അപ്പോൾ ഈ 4 പേരുടെയും കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും. ഇവരുടെ 2 പേരുടെയും കേസിൽ ആ മൈനസ് ഇല്ലാതായി പോകും. അപ്പം സൈനിൻ്റെ കേസിൽ എന്താ? സൈനിൻ്റെ കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും. സൈൻ -11π/3 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. അതിൻ്റെ അകത്ത് 11ൻ്റെ അടുത്ത് കിടക്കുന്നത് ആരാ? 12. അപ്പോൾ 11πനെ 12 ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -sin 12π - π ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ന്യൂമറേറ്ററിനെ ഈ മൾട്ടിപ്പിളിൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ എന്ത് വരും? -sin. ഇനി 3നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 12π/3 -π/3 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു -sin 12ഉം 3യുടെ ക്യാൻസൽ ചെയ്യുമ്പം 4 വരും. 4π - π/3 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു -sin 4π എന്താ? 2 × 2π -π/3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ്. ഇനിയും ഇവിടെ
സൈൻ 2 × 2π എന്ന് പറയുമ്പം 2π പ്ലസ് 2π എന്നാണ്, -π/3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 2π + x എന്ന് പറയുന്നത് സൈൻ എക്സ് ആണല്ലോ, സൈൻ 2π + x എന്ന് പറയുന്നത് സൈൻ എക്സ് ആണല്ലോ. അപ്പോൾ 2π വന്നാൽ ആ മിച്ചമുള്ളത് മാത്രമാക്കി നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? മൈനസ് സൈൻ 2π മാറ്റിയിട്ട് മിച്ചമുള്ളത് എന്താ? 2π - π/3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ സൈൻ 2π - x നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ 2π - x ഇത് ഇത്രയും വരുമ്പം 2π ആകും. അപ്പം അതിന് മുമ്പാണ് 2π - x വരുന്നത്. 2π - x എന്ന് പറയുമ്പോൾ 2πയിൽ കുറവുള്ള ആംഗിൾ എന്ന് പറയുമ്പം 2π എത്തുന്നതിന് മുൻപ് വരുമല്ലോ. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഇനിയും 2πയോ പൈയോ വെച്ചിട്ടുള്ളതാണെങ്കിൽ സെയിം ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് വരും. ഇനി π/2ഓ 3π/2ഓ വെച്ചിട്ടാണെങ്കിലാണ് കോ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ 2π വെച്ചിട്ടായതുകൊണ്ട് സെയിം ഫംഗ്ഷൻ വന്നു. ഇനി നമ്മൾ ക്വാഡ്രൻറ്റ് നോക്കുക, ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പം ആഡ് ഷുഗർ ടു കോഫി എന്ന് പറയുമ്പം കോസും കോസിൻ്റെ റെസിപ്രോക്കൽ സിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പം ഇത് നെഗറ്റീവ് വരും. അപ്പോൾ സൈൻ 2π - x എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? സൈൻ 2π - x ഈസ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മൈനസ് സൈൻ 2π - π/3 എന്നാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 2π - x എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ 2π - x എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇനി ഈ മൈനസും മൈനസും കൂടെ ക്യാൻസലായി പോകുമ്പോൾ എന്ത് വരും? സൈൻ π/3 എന്ന് വരും. സൈൻ π/3 എന്ന് പറയുന്നത് സൈൻ 60 ആണ്. സൈൻ 60 ഈസ് √3/2. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. ഈ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേറെ രീതിയിലും പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഈ 6π എന്ന് പറയുമ്പം 3 × 2π അല്ലേ? ഈ 2πയുടെ എന്ത് മൾട്ടിപ്പിൾ എന്ന് വന്നാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്തെഴുതാം? ആ മൾട്ടിപ്പിളിനെയും 2πനെയും കൂടെ ലയിപ്പിച്ച് 2π എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൂടെ ഓർത്ത് വെക്കുക. ഇനി tan 2π + x tan x ആണ്. അപ്പോൾ tan π/3 എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞത് ഇത്ര നേരം. അപ്പോൾ ഇത് വേറെ രീതിയാണ് വരുന്നത്. അതായത് 2πയുടെ ഒരു മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നമുക്കതിനെ ലയിപ്പിച്ച് 2π എന്ന് എഴുതാൻ പറ്റും. ഇനിയും നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് വരുത്തേണ്ട ഒരു റിസൾട്ടാണ് tan 2π + x എന്ന് പറയുന്നത് tan x ആണ്. കോസ് 2π + x എന്ന് പറയുന്നത് കോസ് x ആണ്. അതുപോലെ സൈൻ 2π + x എന്ന് പറയുന്നത് സൈൻ x ആണ്. അതുപോലെ കോട്ട് 2π + x എന്ന് പറയുന്നത് കോട്ട് x ആണ്. ഇനിയും സീക്ക് 2π + x എന്ന് പറയുന്നത് സീക്ക് x ആണ്. അതുപോലെ കൊസീക്ക് 2π + x എന്ന് പറയുന്നത് കൊസീക്ക് x ആണ്. അപ്പം ഈ 2π + xൻ്റെ റിസൾട്ട് വന്നാൽ നമുക്ക് ആ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ tan 2π + x = tan x എന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഓർത്താൽ മതി. 2πയുടെ ഒരു മൾട്ടിപ്പിളാണ്, എന്ത് മൾട്ടിപ്പിൾ ആണെങ്കിലും നമുക്ക് അതിനെ ലയിപ്പിച്ച് 2π എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെയും 4π എന്ന് പറയുമ്പോൾ 2 × 2π. ഈ 2 × 2π എന്നുള്ളതിനെ നമുക്ക് ലയിപ്പിച്ച് 2π എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2 × 2π - π/3നെ 2π - π/3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമ്മൾ ക്വാഡ്രൻറ്റ് നോക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം.
ഇവിടെ 2π + x അല്ല, 2π - x. അപ്പോൾ 2π - x എന്താണെന്നുള്ളത് ക്വാഡ്രൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. 2π - x എന്ന് പറയുന്നത് -sin x ആണ്. അപ്പോൾ വ്യത്യാസം വന്നു. 2π + x sin x ആയിരുന്നു, 2π - x വന്നപ്പോൾ -sin x വന്നു. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് നോക്കി ചെക്ക് ചെയ്യുക, എന്നിട്ട് വേണം റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ക്വാഡ്രൻറ്റ് വെച്ചിട്ടുള്ള കുറേ റിസൾട്ട് ഉണ്ട്, 10, 16 റിസൾട്ട്, 10, 20 റിസൾട്ടുകളോളം ഉണ്ട്. ആ റിസൾട്ടുകളിനകത്ത് ഇതുപോലത്തെ റിസൾട്ടുകൾ, ഈ 2π + x വരുമ്പം അത് തന്നെ വരുമെന്നുള്ള കാര്യം, അതുപോലെ sin -x, tan -x ഇത് വരുമ്പം എന്താണ് വരുന്നത് എന്നുള്ള കാര്യം, അതുപോലെ sin π/2 - x is cos x, sin cos π/2 - x is sin x, അതുപോലെ tan π/2 - x is cot x, cot π/2 - x is tan x, അതുപോലെ sec π/2 - x is cosec x, cosec π/2 - x is sec x. ഇപ്പം π/2 - x കേസിൽ കോഫങ്ഷനാണ് വരുന്നത്, അപ്പോൾ ഇവിടെ സൈനൊന്നും വരുന്നില്ല. അപ്പം ഈ 3 റിസൾട്ടുകളെങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ഓർക്കുക. π/2 വെച്ചിട്ടുള്ളതാണെങ്കിൽ കോഫങ്ഷൻ ആയിരിക്കും വരുന്നത്, പൈ വെച്ചിട്ടോ 2π വെച്ചിട്ടൊക്കെ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതുപോലെ മൈനസ് വരുമ്പോഴുള്ള കേസ്, കോസിൻ്റെയും സീക്കിൻ്റെയും കേസിൽ മൈനസ് ഇല്ലാതായി പോവും, ബാക്കി എല്ലാ കേസിലും മൈനസ് പുറത്തു വന്ന് കിടക്കും. അപ്പോൾ ഈ റിസൾട്ടുകളെങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ sin 60 = √3/2 എന്ന് കിട്ടി. അടുത്തത് കോട്ട് -15π/4. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംഗിളുടെ ഫോമിലല്ല നിൽക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് വന്നാൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. കോട്ട് -x എന്ന് പറയുന്നത് -cot x ആണല്ലോ. അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന മൈനസിനെ നമ്മളൊരു തീരുമാനമാക്കാം. അപ്പോൾ കോട്ടിൻ്റെ കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും, -cot 15π/4 എന്ന് വരും. ഇനി നമുക്കിവിടെ ആംഗിൾ റിഡക്ഷൻ ചെയ്യാം. ആംഗിൾ റിഡക്ഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ 4 ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾസ് 4, 8, 12, 16, പിന്നെ 20 ഇങ്ങനെയാണ് പോകുന്നത്. അതിനകത്ത് ന്യൂമറേറ്റർ കിടക്കുന്നത് ആരാ? 15. 15നോട് അടുത്ത് വരുന്ന നമ്പർ 16. അപ്പോൾ 16ൻ്റെ ടേംസിൽ 15 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 16π - π ആണ് 15π. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? -cot 16π - π /4 എന്ന് വരും, which is equal to -cot 16π/4 - π/4 എന്ന് വരും, which is equal to -cot 16π/4 4π - π/4 എന്ന് വരും. ഇനിയും which is equal to -cot 4π എന്താ 2 × 2π ആണ്, -π/4 എന്ന് വരും. ഇനി ഞാൻ പറഞ്ഞു 2πയുടെ കൂടെ എന്ത് മൾട്ടിപ്പിൾ വന്നാലും നമുക്കതിനെ ലയിപ്പിച്ച് 2π ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം -cot 2π - π/4 എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നും ഇല്ല. ഇനിയും ഇത് ഏത് ഫോമിലാണ് വന്നത്? കോട്ട് 2π - x. അപ്പോൾ കോട്ട് 2π - x എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ 2π - x വരുന്നത് ഈ ക്വാഡ്രൻറ്റിലാണെന്ന് നമുക്കറിയാം. ഇത് 4th ക്വാഡ്രൻ്റാണ്. അവിടെ കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ കോട്ട് നെഗറ്റീവാണ്, 2π വെച്ചിട്ടുള്ളതായതുകൊണ്ട് കോട്ട് എക്സ് തന്നെയാണ് വരുന്നത്, സെയിം ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ കോട്ട് 2π - x is -cot x എന്ന് വരും. അപ്പം ഈ മൈനസ് കഴിഞ്ഞു. കോട്ട് 2π - x എന്ന് പറയുന്നത് -cot x ആണെന്ന് നമുക്ക് കിട്ടി. മൈനസും മൈനസും ക്യാൻസലായിപ്പോയി, കോട്ട് π/4 എന്ന് വന്നു. കോട്ട് π/4 എന്ന് പറയുമ്പം കോട്ട് 45 കിട്ടാനായിട്ട് നമുക്ക് tan 45ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. tan 45 എന്ന് പറയുമ്പോൾ 1 ആണ്, 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടി. ഇനി കോട്ട് 45ൻ്റെ ആൻസർ ഡയറക്റ്റ് അറിയാമെങ്കിൽ അത് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക tan 45ൻ്റെ വാല്യൂ 1 ആണ്. അത് നമുക്ക് കുറേ സ്ഥലത്തേക്ക് ആവശ്യം വരും, ചിലപ്പോൾ പ്രയോജനപ്പെടാം. tan 45 = 1 ആണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാം, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പ്രൂവ് ദാറ്റ്
ഇത് ഇസ് ഈക്വൽ ടു 3/2. അപ്പം ഇത് 3/2 ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ടേമും എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം സൈൻ സ്ക്വയർ π/6 എന്താണെന്ന് കണ്ടുപിടിക്കാം. ഈ സൈൻ സ്ക്വയർ π/6 എന്ന് പറയുന്നത് സൈൻ π/6 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പം ഈ സ്ക്വയർ വരുവാണെങ്കിൽ മൊത്തത്തിൽ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ 2 സൈൻ π/6 ദ ഹോൾ സ്ക്വയർ എന്ന് ഈ സൈൻ സ്ക്വയർ π/6നെ നമുക്ക് എഴുതാം. പ്ലസ് ഇവിടെയും സ്ക്വയർ പുറത്തേക്ക് കൊടുക്കുമ്പം കൊസീക്ക് 7π/6 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, മൈനസ് കോസ് π/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം ഇതിൻ്റെ വാല്യൂ ആണ് 3/2 എന്ന് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 2 ഇനി സൈൻ π/6 എന്താ? സൈൻ π/6 എന്ന് പറയുമ്പം സൈൻ 30. സൈൻ 30യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ടേബിളിൽ നിന്ന് അറിയാവുന്നതാണ്. സൈൻ 30യുടെ വാല്യൂ എന്താ? 1/2. അപ്പം നിങ്ങൾ ഇത്രയും വാല്യൂസ് എങ്കിലും മിനിമം ഓർത്ത് വെക്കുക. അതായത് സൈന്, കോസ്, ടാന്, π/6, π/4, π/3. π/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. ഇപ്പോൾ ഓർത്താൽ മതി, 30 ആകുമ്പോൾ ഇവിടെ 6ഉം 60 ആകുമ്പോൾ ഇവിടെ 3 വരുന്നത്. അപ്പം സൈൻ 30 എന്ന് പറയുന്നത് ഈസ് 1/2. ഇത് 1/√2, ഇത് √3/2. ഇനി ഇത് തിരിച്ചു വരും, √3/2, 1/√2, 1/2. ടാൻ്റെ വരുമ്പം 1/√3, പിന്നെ ന്യൂമറേറ്റർ വരും, പിന്നെ ഡിനോമിനേറ്റർ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾ വരുന്നത്. അപ്പോൾ സൈൻ π/6, സൈൻ 30 എന്താ? 1/2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് കൊസീക്ക് 7π/6 എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം കൊസീക്ക് π/6 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊസീക്ക് എന്ന് പറയുന്നത് സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സൈൻ π/6ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ആണെന്ത്? കൊസീക്ക് π/6 എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്നെണ്ണം അറിയെങ്കിൽ ബാക്കി മൂന്നെണ്ണത്തിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഇവരുടെ റെസിപ്രോക്കൽസ് ആയിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. അപ്പം അതും എളുപ്പമാണ്. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക. ഇനി ഈ 7π/6 എന്ന് പറയുന്നത് ഈ ആംഗിൾസിലൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ 7π/6ന് നമുക്ക് ആംഗിൾ റിഡക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 6ൻ്റെ മൾട്ടിപ്പിൾസ്, ഡിനോമിനേറ്റർ കിടക്കുന്നതിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 6, 12, 18 അതിനകത്ത് 7πയുടെ അടുത്ത് കിടക്കുന്നത് ആരാ? 6. അപ്പം നമുക്ക് കൊസീക്ക് 7π/6നെ എങ്ങനെ എഴുതാം? കൊസീക്ക് ഈ 6πയുടെ ടേംസിൽ എഴുതുമ്പം 6π + π/6 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു കൊസീക്ക് 6 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പം 6π/6 + π/6 എന്ന് വരും. 6ഉം 6ഉം ക്യാൻസൽ ആകുമ്പം കൊസീക്ക് π + π/6 എന്ന് വരും. ഇനിയും ഇത് ഏത് ഫോമിലാണ് നിൽക്കുന്നത്? കൊസീക്ക് π + x എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. π + x എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റ് നോക്കും. കോർഡിനേറ്റ് അത് ഇവിടെയാണ് π വരുന്നത്. π വെച്ചിട്ടോ 2π വെച്ചിട്ടോ ഉള്ളതാണെങ്കിൽ സെയിം ഫങ്ഷൻ തന്നെയായിരിക്കും വരുന്നത്. ഇനിയും π + x എന്ന് പറയുമ്പം ഇത്രയും വരെയാണ് π + x എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് കയറി വരും. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ആഡ് ഷുഗർ 2 കോഫി. 2 കോഫി എന്ന് പറയുമ്പോൾ ടാനും കോട്ടും ആണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ കൊസീക്ക് നെഗറ്റീവ് വരും. അപ്പോൾ കൊസീക്ക് π + x എന്താ? കൊസീക്ക് x ആണ്. കൊസീക്ക് π + x എന്താ? കൊസീക്ക് x ആണ്. മൈനസ് കൊസീക്ക് x ആണ്. അപ്പോൾ മൈനസ് കൊസീക്ക് π/6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് π/6 എന്ന് പറയുമ്പം കൊസീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ സൈൻ്റെ വില വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വില എഴുതാൻ പറ്റും. സൈൻ π/6 എന്താ? 1/2. ആ 1/2ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ സൈൻ π/6ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി കൊസീക്ക് π/6 കിട്ടാൻ. 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ മൈനസ് കൊസീക്ക് π/6 -2 എന്ന് കിട്ടി. അതായത് കൊസീക്ക് 7π/6 എന്താ? -2 ആണ്. ഈ -2നെ നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം -2 ദ ഹോൾ സ്ക്വയർ മൈനസ്
കോസ് പൈ ബൈ 3 എന്താ? കോസ് പൈ ബൈ 3 1/2. 1/2ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, അറിയാവുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അറിയാൻ മേലാത്തതെങ്കിൽ നമ്മൾ ആംഗിൾ റിഡക്ഷൻ വെച്ചത് കണ്ടുപിടിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറ്. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ ഈസ് 1/4 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1/2ൻ്റെ സ്ക്വയർ ഈസ് 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 2ഉം 4 ക്യാൻസൽ ആകുമ്പോൾ 1/2 വരും. 1/2 പ്ലസ് 4 മൈനസ് 1/4 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് LCM എടുക്കാം. LCM എടുക്കുമ്പം ഇവിടെ 4 ഇൻറ്റു 2 സോറി, ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ മൈനസ് അല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 4 ഇൻറ്റു 1/4 വരുമ്പോൾ 4ഉം 4ഉം ക്യാൻസലായിട്ട് നമുക്കിവിടെ 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ? 1/2 പ്ലസ് 1 എന്നാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 1 എന്ന് പറയുന്നത് 3/2 ആണ്. ഹെൻസ് പ്രൂവ്ഡ്.